പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് എല്ലാത്തരം കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യരാണ്. അവർ തീർച്ചയായിട്ടും ഇവരെ എതിർക്കുന്നവരാണ്. പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ നുഴഞ്ഞു കയറി പാർട്ടിയുടെ തന്നെ പ്രത്യയശാസ്ത്രത്തെ വിഴുങ്ങുന്നു എന്നുള്ളത് പുതിയൊരു കാര്യമല്ല. വളരെ കാലമായിട്ട് അതിശക്തമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു തോമസ് തീർച്ചയായിട്ടും അതിനെതിരെ അകത്ത് നിന്ന് പോരാടിയ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ പുറത്തു നിന്ന് ആ കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എങ്ങനെ ആണ് ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങൾ ആവശ്യമില്ല എന്ന് പാർട്ടി വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വരും. കൊട്ടേഷൻ സംഘങ്ങളെ ആവശ്യമില്ലാതെ വരുന്നത് എപ്പോഴാണ്? കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായത്താല് ആരെങ്കിലും അടിച്ചമർത്തുകയോ കൊല്ലുകയോ കൊലപാതകം നടത്തുകയോ ചെയ്യേണ്ടതില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. എന്നുവെച്ചാൽ അക്രമോത്സുകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് കൊട്ടേഷൻ സംഘം ആവശ്യമല്ലാത്തതായിട്ട് വരുന്നത്. ഇപ്പൊ CPM-നെതിരെ ശത്രുക്കൾ കൊലപാതക രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ പ്രതിരോധം തീർക്കാൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇതിനകത്ത് ആവശ്യമാണ് എന്നുള്ളത് ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാലത്ത് വ്യക്തമാക്കപ്പെട്ടിരുന്നതാണ്. പക്ഷെ അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ ഒരിക്കലും കണക്കാക്കാനായിട്ട് പറ്റുകയില്ല. അത് അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനെ എതിർക്കേണ്ടതാണ്, അവരെ പുറത്താക്കേണ്ടതാണ്, അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടതാണ്. ആ നിലപാടെടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പാർട്ടിക്ക് ഇപ്പോൾ ആ കൊട്ടേഷൻ സംഘങ്ങളെ ചുമക്കാനോ അവരെ കൊണ്ടു നടക്കാനോ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ. അതുകൊണ്ട് പാർട്ടി പതുക്കെ പതുക്കെ ആണെങ്കിൽ പോലും അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. പി ജയരാജനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി, അദ്ദേഹം അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ആളുകളും അതേപോലെ തന്നെ ഇതിന്റെ വ്യാഖ്യാതാക്കളും ഒക്കെ കൃത്യമായിട്ട് അത് അയാൾക്കെതിരെയാണ് എന്ന് കരുതുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മകനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറഞ്ഞതോടുകൂടിയാണ് അതങ്ങനെ വന്നത്. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് പാർട്ടി വരുന്നതിന് പകരമായിട്ട് കൊട്ടേഷൻ സംഘം വരുന്നു എന്നുള്ളതാണ്, അല്ലെ? ആകാശ് തില്ലങ്കേരി വരുന്നു എന്നുള്ളതാണ്, ഭീഷണി മുഴക്കുന്നു എന്ന് പറയും. അത് കൊട്ടേഷൻ ശബ്ദമാണ്. ശരിക്കും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് പറയുന്ന ഇത് എവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. വളരെ ഫാഷിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഇത്. ഈ പാർട്ടിക്ക് മാത്രമല്ല, പുറത്ത് തീവ്രവാദ സ്വഭാവം പുലർത്തുന്നതായിട്ടുള്ള എല്ലാ ആളുകളും പുലർത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സംസാരിച്ചാൽ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത്. അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില്ലാതെ പറ്റൂ കേരളത്തിൽ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും സാമാന്യ ജനം അംഗീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. അല്ല, CPS ഈ കൊട്ടേഷൻ സംഘത്തെ പൂർണ്ണമായി മാറ്റി നിർത്താൻ CPM-ന് സാധിക്കുമോ? നോക്കൂ, കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾക്കെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ ഹാജരായില്ല. അതിന് തൊട്ടുമുമ്പുള്ള ദിവസം അടിയന്തര പ്രമേയം അതിന് അവതരണാനുമതി തേടിയ സമയത്ത് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മറുപടി സ്പീക്കറിലേക്ക് അങ്ങ് ചാരി രക്ഷപ്പെട്ടു. അപ്പോൾ മുഖ്യമന്ത്രി, അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്, അദ്ദേഹം പോലും ഈ കൊലയാളികളെ, ഈ ക്രിമിനലുകളെ, കൊടും ക്രിമിനലുകളെ ഭയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. താങ്കളും അതുപോലെ പാർട്ടിക്കാരും, നല്ലവരായ പാർട്ടിക്കാരും ആശിക്കുന്നത് പോലെ എന്തെങ്കിലും കൊട്ടേഷൻ മുക്തമായി ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ പോകാതെ എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുക? ഇപ്പോൾ ഭരണം നിലനിൽക്കുന്നു, ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിന്റെ എല്ലാവിധമായിട്ടുള്ള സാധ്യതകളുണ്ട്, അധികാരമുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതല്ലാതെ ഇവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ശരിയായ ദിശയിൽ, ശരിയായ ധാർമ്മികതയിൽ
ശരിയായ ആശയങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തള്ളും, ജനങ്ങൾ നിഷേധിക്കും. അങ്ങനെ ജനങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ എത്തിയാൽ പിന്നെ ഈ സംഘങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് ഇവർക്കുണ്ടാകാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് ഇവർക്ക് തള്ളി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ചിലപ്പോ നിസ്സഹായത കൊണ്ടോ ഗതികേട് കൊണ്ടോ അതൊക്കെ സാധ്യം, പക്ഷെ ഒരിക്കലും അവരെ സംരക്ഷിച്ചുകൊണ്ടും അവർക്കൊപ്പം നിന്നുകൊണ്ടും ഒരു കാരണവശാലും മുന്നോട്ട് പോകാനായിട്ട്, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യമല്ല പറഞ്ഞു, ഏത് പ്രസ്ഥാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമായ ഒരു കാര്യമേ അല്ല ഈ അക്രമാസക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതേപോലെ കൊലപാതക രാഷ്ട്രീയം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ജയിലിലാണ് അടക്കേണ്ടത്, അല്ലാണ്ട് പാർട്ടിയുടെ കൂടെ അല്ല കൊണ്ട് നടക്കേണ്ടത്.